വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, ഒരിക്കൽ കൂടി തിരുവചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ബലഹീന അടിയനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ അടിയനെ നയിച്ചേർത്താവേ, ഈ വചനം പ്രാഗൽഭ്യത്തോടുകൂടി പ്രഘോഷിപ്പാൻ തക്കോണം കൃപ തരണമെന്ന് യേശുനാമത്തിൽ ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി എബ്രായ ലേഖനം 10-ാം അധ്യായം 38 39 തിരുവചനങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 38 and 39. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവിക വിശ്വാസത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതയാത്രയിൽ അവസാനം വരെയും ദൈവത്തോട് ചേർന്ന് അവൻ നടക്കുകയും ആ അവസ്ഥയിൽ തന്നെ ഈ ലോകത്തു നിന്ന് അവൻ കടന്നു പോവുകയും ചെയ്യുമ്പോഴാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ വാഗ്ദത്തങ്ങൾ അവന് പ്രാപിപ്പാൻ തക്കോണം കഴിയുന്നത്. ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവിക പ്രമാണങ്ങളനുസരിച്ച് ദൈവിക വിശ്വാസത്തിൽ ജീവിച്ചു. എന്നാൽ അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തു നിന്ന് കടന്നു പോകുമ്പോൾ ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ അനേകരെ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ തക്കോണം കഴിയും. അതുകൊണ്ട് നമ്മുടെ വിളിയിൽ വിശ്വസ്തരായി നാം നിലനിൽക്കുക മാത്രമല്ല, അന്ത്യത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും ദൈവകൃപയിൽ, ദൈവിക അനുഭവത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കൊണ്ട് നമുക്ക് കഴിയുന്നത്. ഇവിടെ നാം വായിച്ചു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ആത്മീയ ജീവിതം ഒരു വിശ്വാസ ജീവിതമാണ്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ജീവിതയാത്രയിൽ ദൈവത്തിലുള്ള വിശ്വാസമാണ് അവയെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നത്. ആത്മീയ ജീവിതം നമുക്ക് ഒരു യാത്രയോട് ഉപമിക്കുവാൻ കഴിയും. ഇതിന് നല്ലൊരു ഉദാഹരണം, നാം ഇസ്രായേൽ ജനതയുടെ അനുഭവം നാം പഠിക്കുമ്പോൾ 430 വർഷക്കാലത്തെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത ഒരു യാത്ര ദൈവം ഒരുക്കിയതനുസരിച്ച്, ദൈവം കരുതിയതുപോലെ തന്നെ ഒരു യാത്ര അവർ കനാൻ ദേശത്തേക്ക് തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ യാത്രയിലെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് ആ യാത്രയെ നാം വീക്ഷിക്കുമ്പോൾ, ആദ്യത്തെ ഘട്ടം അടിമത്തത്തിൽ കഴിയുന്ന സാഹചര്യം, രണ്ടാമത്തേത് അവരുടെ മരുഭൂ യാത്ര, മൂന്നാമത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് ഉള്ള പ്രവേശനം. ഈ യാത്ര 3 ഘട്ടങ്ങളായി നാം ഇതിനെ, അല്ലെങ്കിൽ 3 രീതിയിൽ നാം ഇതിനെ കാണുമ്പോൾ, അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത, അവരെ ദൈവം അവിടെ നിന്ന് വിടുവിക്കുന്നുണ്ട്. അപ്രകാരം ദൈവവിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന നാം ഓരോരുത്തരും, അടിമത്തം എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ അടിമത്തം, ഭയത്തിൻ്റെ അടിമത്തം, പിശാചിൻ്റെ ബന്ധനങ്ങളിലുള്ള അടിമത്തം, അങ്ങനെ പലതരങ്ങളിലുള്ള അടിമത്തത്തിലൂടെ നാം കടന്നുപോയ, അല്ലെങ്കിൽ നാം ജീവിച്ചിരുന്നൊരു കാലയളവിൽ അവിടെ നിന്ന് ദൈവം നമ്മെ വിളിച്ച് ദൈവകൃപ അനുഭവമാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. പിന്നീട് ഒരു യാത്രയുടെ ഒരു കാലഘട്ടമാണ്. ആത്മീയ ജീവിതത്തിൻ്റെ ആ യാത്രയുടെ കാലഘട്ടം ഒരിക്കലും സുഗമമായ ഒരു യാത്ര ആയിരിക്കുകയില്ല. ഇസ്രായേൽ ജനതയ്ക്ക് നമുക്കറിയാം, അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച് വീണ്ടും അവർ ഒരു മരുഭൂ യാത്ര അവർക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ
ദൈവം ഒരുക്കിയ കനാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന് ഈ 430 വർഷത്തെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത, അവർക്ക് വേണ്ടി നല്ലൊരു ഭൂമി തയ്യാറാക്കി അവിടെ വൃക്ഷങ്ങളും ഫലഭൂഷ്ടമായ സ്ഥലവും ഫലങ്ങളും കെട്ടിടങ്ങളൊക്കെയും അവർക്ക് വേണ്ടി ദൈവം നിർമ്മിക്കുമ്പോൾ ദൈവത്തിന് ഈ മരുഭൂ യാത്രയിലൂടെ അല്ലാതെ അവരെ കൊണ്ടുപോകാൻ കഴിയും. അതായത് മിസ്രൈമിൽ നിന്നും കനാനിലെത്തുവാൻ നേരെയുള്ള യാത്രയിൽ ഏതാണ്ട് 11 ദിവസങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. എന്നാൽ അപ്രകാരം ഒരു യാത്രയല്ല ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയത്. അവരെ അവിടെ നിന്ന് വിടുവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം, കര കവിഞ്ഞൊഴുകുന്ന ചെങ്കടൽ, ആ ചെങ്കടൽ കടന്നു വേണം അപ്പുറത്ത് അവർക്ക് എത്തുവാൻ. അങ്ങനെ വീണ്ടും ആ മരുഭൂ യാത്രയിൽ അനേക ക്ലേശങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ നാം ചിന്തിച്ചേക്കാം, എന്തിന് ഈ 430 വർഷത്തെ അടിമത്തത്തിൽ ഏറെ പീഡനത്തിലൂടെ അവർ കടന്നുപോയി. പ്രത്യേകിച്ച് ഫറവോ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ തിരുവചനത്തിൽ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഈ ഇസ്രായേൽ ജനതയെ അധികമായി പീഡിപ്പിച്ചിരുന്നു, അവരുടെ ജോലിഭാരം കൂട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അവരെ അത്രയധികം പീഡിപ്പിച്ച് ഈ ജനത വളർന്ന് അല്ലെങ്കിൽ മിസ്രൈമിലുള്ളവരെക്കാൾ അധികമായി കഴിഞ്ഞാൽ അവർക്ക് ഭീഷണിയാകും എന്ന് തന്നെ കരുതി അവരെ പീഡിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അങ്ങനെ അവർ നിലവിളിക്കുമ്പോഴാണ് ദൈവം അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം മോശെ അവരുടെ അടുക്കിലേക്ക് അയക്കുന്നത്. എന്നിട്ട് ദൈവം ആരാണ്? അവരെ വിളിക്കുന്ന ദൈവം 430 വർഷത്തെ അടിമത്തത്തിൽ കഴിയുമ്പോൾ ഒരു പക്ഷേ ആ ദൈവത്തിലുള്ള ആശ്രയമോ വിശ്വാസമോ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. എത്രയോ തലമുറകൾ അവർ അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഏറ്റവും കഠിനമായ സാഹചര്യത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം പോലും ഒരുപക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഫറവോ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവം ആരാണ്? അപ്പോൾ ആ ഫറവോയെയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ജനതയും ദൈവം ആരെന്നറിയുവാൻ 10 ബാധകൾ അയച്ച് അവിടെ നിന്ന് ആ ബാധകൾ മിസ്രൈമിലുള്ളവരൊക്കെയും അനുഭവമാക്കി ഇസ്രായേൽ ജനതയും അത് കണ്ട് അവിടുന്ന് യാത്ര അവർ ആരംഭിക്കുകയാണ്. വീണ്ടും നമുക്കറിയാം, മുമ്പോട്ട് പോകുമ്പോൾ ഫറവോ അവരെ പിന്തുടരുകയാണ്. ആ ചെങ്കടലിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അവർക്ക് പിറകിൽ ഫറവോയുടെ സൈന്യവും 2 വശങ്ങളിലായിട്ട് പർവ്വതങ്ങളും മുമ്പിൽ ചെങ്കടലും, ഒരു മുമ്പോട്ട് പോകാൻ ഒരു മാർഗവുമില്ലാതെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവം അവർക്ക് വേണ്ടി ചെങ്കടൽ പിളർന്ന് അവരെ മറുകരയിലേക്ക് എത്തിക്കുന്നതും ഫറവോയും സൈന്യത്തെയും ആ ചെങ്കടലിൽ താഴ്ത്തിക്കളയുന്നതും. തുടർന്ന് നമുക്ക് അനേക പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ഭക്ഷണമില്ലാത്ത സാഹചര്യം, വെള്ളമില്ലാത്ത സാഹചര്യം, ഇവിടെയൊക്കെയും ദൈവം അവർക്കതൊക്കെ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഈ യാത്രയിൽ ദൈവവുമായൊരു വലിയ ബന്ധം അവർക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ അവരുടെ സ്വഭാവ രൂപീകരണം ദൈവം വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അടിമത്തത്തിൽ കഴിഞ്ഞ് ഏറെ പീഡനങ്ങളിലായിരിക്കുന്ന ഇവരെ സംബന്ധിച്ചോളം ദൈവത്തിലുള്ളൊരു ആശ്രയം വർദ്ധിക്കാൻ ദൈവം അവർക്ക് മതിയായവനാണ്. അവരുടെ എല്ലാ കഷ്ടതകളിലും അവരുടെ ആവശ്യങ്ങളിലും അവരെ വഴി നടത്തുവാൻ മതിയാകുന്ന ഒരു ദൈവമാണെന്നവർക്ക് ബോധ്യമാകുവാൻ തക്കവണ്ണം ഈ 11 ദിവസത്തെ യാത്രയ്ക്ക് പകരം 2 3 അല്ലെങ്കിൽ 3-4 ആഴ്ചയുടെ യാത്രയാണ് ഈ കനാനിലേക്ക് ദൈവം അവർക്ക് നൽകുന്നത്. ഈ യാത്ര ഏറെ കഠിനമായിരുന്നു എങ്കിൽ പോലും ദൈവത്തിന് അതിന് പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ അപ്രകാരം നമ്മുടെ ആത്മീയ ജീവിതം ഇതുപോലൊരു യാത്രയായി നാം താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ, ആത്മീയ യാത്ര എപ്പോഴും ക്ലേശങ്ങൾ നിറഞ്ഞതും പ്രയാസങ്ങൾ നിറഞ്ഞതുമാകാം. രോഗങ്ങൾ, മനസ്സിനെ തളർത്തുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ, ഉറ്റവരിൽ നിന്നും സ്നേഹിതരിൽ നിന്നും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അങ്ങനെ നാനാതരങ്ങളിലുള്ള പ്രയാസങ്ങൾ ദൈവത്തെ അറിയുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെയും ജീവിതത്തിലുണ്ടാകും. പക്ഷേ അതിനൊക്കെയും ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഇസ്രായേൽ ജനതയെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് അവരെ ആ പ്രയാസങ്ങളിലൂടെ കടത്തിവിട്ട് ദൈവത്തിലുള്ള ആശ്രയം അവർക്കുണ്ടാകുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവം നമുക്ക് എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരകനാണെന്നുള്ള വലിയ വിശ്വാസം നമ്മെ വളർത്തുവാനത്രേ നമ്മെ പ്രയാസത്തിലൂടെ ദൈവം കടത്തിവിടുന്നത്. ഈ യാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വാഹനത്തിലുള്ള യാത്ര, ഒരു ലക്ഷ്യം നമുക്കുണ്ടാകാം.
കോട്ടയത്ത് നിന്ന് യാത്ര തിരിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്ന ഒരു വ്യക്തി വാഹനത്തിൽ കയറിയാൽ പല വളവുകളും തിരിവുകളും ഡീറ്റൂറുകളും കുണ്ടും കുഴികളുമൊക്കെയുമായി യാത്രയിലുണ്ടാകാം. ആ യാത്രയിൽ നാം അനേകരെ കണ്ടുമുട്ടിയേക്കാം. പലരും ആ വാഹനത്തിൽ കയറിയേക്കാം, പലരും നാം എത്തുന്ന ഡെസ്റ്റിനേഷൻ മുമ്പായിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയേക്കാം. അങ്ങനെ പലതരങ്ങളിലുള്ള ആളുകൾ ഒരുപക്ഷെ വാഹനത്തിൽ കയറിയേക്കാം. അപ്രകാരം നമ്മുടെ ആത്മീയ ജീവിത യാത്രയിലും നാം അനേകരെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ പഠനകാലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലി സാഹചര്യങ്ങളിൽ സാമൂഹ്യ ജീവിതത്തിൽ ഒക്കെയും അനേകരെ നാം പരിചയപ്പെടുകയും കണ്ടുമുട്ടുകയും ചെയ്യാറുണ്ടെങ്കിലും നമ്മോട് ഒപ്പം യാത്ര ആരംഭിച്ച പലരും ഈ യാത്ര മധ്യേ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം നമുക്കൊക്കെയും ഉണ്ടായേക്കാം. പക്ഷേ അങ്ങനെ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ അതാകുന്ന ദർശനമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം അനുസരിച്ച് യാത്ര ആരംഭിക്കുന്ന ഒരു വ്യക്തി ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയില്ല. അവൻ എത്തേണ്ട സ്ഥാനത്ത് എത്തുമ്പോൾ മാത്രമേ അവൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ. അപ്രകാരം നമ്മുടെ ആത്മീയ യാത്രയിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തണമെന്നുള്ള ലക്ഷ്യം. ആ യാത്രയിൽ, നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ ഒരുപക്ഷെ അനേകർ നമ്മോടൊപ്പം ചേർക്കപ്പെടും, നമ്മോടൊപ്പം പ്രാർത്ഥിക്കാൻ കാണും, അല്ലെങ്കിൽ അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കാണും. പക്ഷേ യാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ പലരും ഈ യാത്രയെ അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ മറ്റ് ദിക്കുകളിലേക്ക് പോകുന്ന, മറ്റ് വഴികളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ അവിടെയൊക്കെയും നമ്മുടെ ലക്ഷ്യം നാം എത്തേണ്ട സ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ്. മറ്റാരെയും നോക്കാതെ നാം മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ, മറ്റാരുടെയും അഭിപ്രായം സ്വീകരിക്കാതെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിനവനിൽ പ്രസാദമില്ല. അപ്പം ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ മുമ്പോട്ട് പോകണം. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പോൾ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാര്യമല്ല വിശ്വാസം, കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പ്. എന്തെങ്കിലും നാം മനസ്സിലാക്കിയിട്ടുള്ള ദൈവം പറഞ്ഞിട്ടുള്ളത് സംഭവിക്കും, നടക്കുമെന്നുള്ള ഒരു ഉറപ്പും, കാണാത്ത കാര്യങ്ങൾ നാം അത് കാണുന്നില്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്നിട്ട് തിരുവചനത്തിലെ അനേക വിശ്വാസ വീരന്മാരെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അവരൊക്കെയും ദൈവശബ്ദത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അത് കണ്ടുകൊണ്ടല്ല, പിന്നെയോ ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് അവരുടെ ആത്മീയ യാത്ര പൂർത്തീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ പ്രാഗൽഭ്യമുള്ളവരായി തീരുവാൻ തക്കവണ്ണം കഴിഞ്ഞത് എന്ന് നാം മനസ്സിലാക്കുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ ആത്മീയ യാത്രയിൽ വിശ്വാസത്തിന് വലിയ സ്ഥാനമാണ്. ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം നമുക്ക് ദോഷമായി ഒന്നും ചെയ്യുന്ന ദൈവമല്ല. ആ ഒരു വലിയ വിശ്വാസം, ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെയും കടന്നു വരുവാനുള്ള മുഖാന്തരം ഒരുക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിന് സമ്മതിക്കുന്നുവെങ്കിൽ, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ദൈവത്തിൽ നാം കൂടുതൽ ആശ്രയിക്കുവാനും, ദൈവത്തിൽ നാം കൂടുതൽ വിശ്വസിക്കുവാനും, ദൈവകൃപയിൽ നാം വളരുവാനും, ദൈവത്തോട് ചേർന്ന് ആ വലിയ ബന്ധത്തിൽ മുമ്പോട്ട് പോകാനുമാണ് ആത്മീയ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അബ്രാഹാമിൻ്റെ ജീവിതം നമുക്കറിയാം. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, എവിടെയാണെന്നറിയാം, അവ്യക്തമാകുന്ന ഒരു ഡെസ്റ്റിനേഷൻ, അതാണ് ദൈവം അവന് നൽകുന്നത്. പക്ഷേ ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് അവന് യാത്ര ആരംഭിച്ച് അവിടെ എത്തുവാൻ തക്കവണ്ണം കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല, തൻ്റെ ഏകജാതനായ മകനെ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുവാൻ ദൈവം കൽപ്പിക്കുമ്പോൾ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. കാരണം അബ്രാഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമുണ്ട്, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും സന്തതികളുണ്ടാകും. അപ്പോൾ ഇസ്ഹാക്കിനെ ഒരുപക്ഷെ ബലി അർപ്പിച്ചാൽ പോലും ദൈവത്തിന് അനേക മക്കളെ നൽകുവാൻ കഴിയും എന്നൊരു വിശ്വാസം അബ്രാഹാമിനുണ്ടായിരുന്നു.
കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ യാത്രയിൽ പലപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നാം തളർന്നു പോകാറുണ്ട്. നമ്മുടെ യാത്ര മതി, ഇനി നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നവരുമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് വരെ ലോകത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന നേരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ തിരുവചനം നമ്മെ ഓർപ്പിച്ചു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ദൈവം വിളിച്ച വിളിയിൽ വിശ്വസ്തരായി നിൽക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തൊക്കണം കഴിയുന്നത്. അടുത്ത വചനം പറയുകയാണ്, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. പിന്മാറിപ്പോകുന്നവർ എങ്ങോട്ടാണ് പോകുന്നത്? നാശത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിൻ്റെ വഴി വിട്ട് സ്വന്തം വഴി തിരഞ്ഞെടുത്ത് പോകുന്നവൻ നാശത്തിലേക്കാണ് പോകുന്നത്. സദൃശവാക്യങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവൻ്റെ വഴി നല്ലതെന്ന് തോന്നാം, പക്ഷേ അതിൻ്റെ അവസാനമോ മരണവഴി അത്രേ. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ രക്ഷയിലേക്ക് എത്തുവാൻ തക്കോണം കഴിയുകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ അവരുടെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കനാനാണ്. ആ കനാനിലേക്കുള്ള യാത്ര അവർ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിറഞ്ഞ ദുർഘടമായ യാത്രയിലൂടെ അവർ സഞ്ചരിച്ചു. ദൈവം അവരെ വിടുവിച്ചു. പല സന്ദർഭങ്ങളിലും ദൈവം അവരെ പലരെയും ശിക്ഷിക്കുന്നുണ്ട്. അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ഈ കനാനിൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ദൈവം അവരെ കനാനിൻ്റെ പടിവാതിക്കൽ എത്തിച്ച് അവിടെ ആ 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ തക്കവണ്ണം അയക്കുന്നുണ്ട്. അവർ പോയി ആ കനാൻ ദേശം അവർ കണ്ടു. അവർ കണ്ടതിന് ശേഷം അവർ മടങ്ങി വന്നു. 12 പേരിൽ 10 പേർ ആ കനാൻ ദേശം, 12 പേരും അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ അതികായന്മാരായ മല്ലന്മാരെ അവിടെ കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ 10 പേർ പറയുകയാണ്, അവർ ഞങ്ങളെക്കാൾ ബലവാന്മാരാണ്, അവരെ നമുക്ക് തോൽപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്ന രീതിയിൽ അവർ പറയുകയാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 13-ന്റെ 28-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ കോട്ട കെട്ടി ഉറപ്പിച്ചതും വലിപ്പമുള്ളതുമാകുന്നു. ഞങ്ങൾ അനാഖിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. വീണ്ടും 31-ലേക്ക് വരുമ്പോൾ, എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിനെതിരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മേക്കാൾ ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. 10 പേർ പറയുകയാണ്, അവിടെയുള്ളവർ ബലവാന്മാരാണ്, അവരെ തോൽപ്പിക്കുവാനായിട്ട് ആ ജനത്തിന് എതിരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. അവർ 10 പേർ അവിടെ പോകുവാൻ അല്ലെങ്കിൽ തടസ്സങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ കാണുമ്പോൾ 2 പേർ കാലേബും യോശുവയും അവിടെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നത്. അതായത് ഫലഭൂഷ്ടമായ സ്ഥലവും അവിടെയുള്ള സകല നന്മകളും ഈ അതികായന്മാരായ ആളുകൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ദൈവം അവർക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന 2 പേരെ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മുടെ ദർശനം വളരെ വലുതാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന അവിടെ അതികായന്മാർ, എന്തുകൊണ്ടാണ് അവിടെ അതികായന്മാർ? കാരണം അവരെ കൊണ്ടാണ് ഈ സ്ഥലം ഫലഭൂഷ്ടമായ സ്ഥലമാക്കി ദൈവം മാറ്റിയെടുത്തത്. അവിടെ അവർക്ക് ആവശ്യമാകുന്നതൊക്കെയും കൃഷി ചെയ്യുക മാത്രമല്ല, അവർക്ക് താമസിക്കാനുള്ള ഭവനങ്ങൾ പോലും അവിടെ നിർമ്മിച്ചത് ഒരുപക്ഷെ ഇവരെ കൊണ്ടാണ്. അതുകൊണ്ടാണ് അതികായന്മാരായ മല്ലന്മാർ അവിടെ ഉള്ളത്. പക്ഷേ ദൈവമാണ് അവർക്ക് വേണ്ടി അത് ഒരുക്കിയിരിക്കുന്നത്. ഈ മല്ലന്മാരെ തോൽപ്പിക്കുവാൻ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം കാലേബ് അവിടെ പറയുന്നുണ്ട്. ആ വിശ്വാസമാണ് ആ പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം കാലേബിനും യോശുവയ്ക്കും കഴിയുന്നത്. മറിച്ച് 10 പേർ അവർക്ക് ഇത് സാധ്യമല്ല, അവരോട് നമുക്ക് യുദ്ധം ചെയ്താൽ നാം തോറ്റുപോകും, അവരുടെ മുമ്പിൽ നാം വെറും വെട്ടുക്കിളികളെ പോലെയാണ് എന്നൊക്കെയും പറഞ്ഞ് കൂടെ വന്നിരുന്ന 600,000 പുരുഷന്മാരെയും പിന്മാറ്റി അവർ മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് വീണ്ടും മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം മോശയ്ക്കും അഹ്റോനുമെതിരെ കല്ലെടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയാണ്. ഇതിൻ്റെ ദൈവം അവരെ ശിക്ഷിക്കുന്നത്. ദൈവം 20-ഉം അതിന് മുകളിലും പ്രായമുള്ള ആരും തന്നെ കനാനിൽ പ്രവേശിക്കാതെ 40 വർഷക്കാലം അവരെ മരുഭൂമിയിലൂടെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിടുകയാണ്. കാലേബും യോശുവയും മാത്രമാണ്, 20 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള 2 പേർ മാത്രമാണ് കനാനിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ 600 ഏതാണ്ട് 6,00,000 പുരുഷന്മാർ വരുന്ന ഒരു വലിയ ജനനിധി, അവരോടൊപ്പം അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും വരുന്ന ഏതാണ്ട് ഒരു 20 ലക്ഷത്തോളം ആളുകൾ ഉള്ള ഒരു സമൂഹത്തിൽ നിന്ന് 19 വയസ്സും അതിന് താഴെയുമുള്ളവരും കാലേബും യോശുവയും മാത്രമാണ് ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. കാരണം ആ യാത്രയിൽ അവരുടെ ജീവിത അനുഭവങ്ങൾ മറ്റ് ഉള്ള ഈ 10 നേതാക്കന്മാരെ പോലെ തന്നെയാണ് ഈ 2 നേതാക്കന്മാരും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ വർദ്ധിക്കത്തക്കവണ്ണം ജീവിതത്തിലുള്ള അനുഭവങ്ങൾ അവരെ വിശ്വാസത്തിൽ വളർത്തിയത്. എന്നാൽ 10 പേർ ആ വിശ്വാസത്തിൽ വളർന്നില്ല, ദൈവത്തിൽ അവർ വിശ്വസിച്ചില്ല. അതിൻ്റെ ഫലമായി അവർ മാത്രമല്ല, ആ സമൂഹം മുഴുവനും മരുഭൂമിയിൽ പട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് വലിയ പാഠമാണ്. ഇസ്രായേൽ മക്കളുടെ കനാൻ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ യാത്രയ്ക്ക് തുല്യമാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞൊരു യാത്രയാകാം നമ്മുടെ മുമ്പിലുള്ളത്. യാത്ര നമുക്കറിയാം ഇപ്പോഴും സുഗമമാണെന്ന് യാതൊരു നിർബന്ധമില്ല. കാറ്റും കോളും ഒക്കെ നിറഞ്ഞ യാത്ര ഒരുപക്ഷെ നാം ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടാകാം. അപ്രതീക്ഷിതമാകുന്ന പ്രയാസങ്ങൾ നാം യാത്ര ചെയ്യുമ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ നമുക്കറിയാം. ആ വണ്ടി അവിടെ നിൽക്കുകയാണ്, മറ്റൊരു വാഹനം വരുന്നത് വരെ നാം അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം, നമുക്ക് സമയത്ത് എത്തുവാൻ കഴിയാത്തൊരു സാഹചര്യം, ഭക്ഷണം കഴിക്കുവാൻ മാർഗമില്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ പലതരങ്ങളിലുള്ള പ്രയാസങ്ങൾ ഒരു ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ ഉണ്ടാകുന്നത് പോലെ നമ്മുടെ ആത്മീയ യാത്രയിലും ഇപ്രകാരമുള്ള പ്രയാസങ്ങൾ നേരിടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതുകൊണ്ട് നാം അവിടെ യാത്ര അവസാനിപ്പിച്ച് തിരികെ പോവുകയോ ആ ഇറങ്ങിയ സ്ഥലത്ത് നിൽക്കുകയോ അല്ല. പിന്നെയോ നാം വീണ്ടും യാത്ര തുടരും. നാം ലക്ഷ്യസ്ഥാനം എത്തുന്നതുവരെയും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. കൂടെയുള്ളവർ പലരെയും നാം പരിചയപ്പെട്ടേക്കാം, കൂടെയുള്ളവർ ഒരുപക്ഷെ മറ്റ് ദിക്കുകളിലേക്ക് പോയേക്കാം. പക്ഷെ അവരോട് ഒപ്പം നാം പോവുകയില്ല. നമ്മുടെ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. കനാൻ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ട ഇസ്രായേൽ ജനതയെപ്പോലെ തന്നെ നമ്മുടെ ജീവിതയാത്ര, ഈ ലോകത്ത് നാം വസിക്കുന്നത് ഇപ്രകാരം ഒരു യാത്രയിലാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗ കനാനിലാണ്. ആ സ്വർഗ്ഗ കനാനിലെത്തുവാൻ പരമപ്രധാനമായും നമുക്കാവശ്യം വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ നന്മയും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴുള്ള വിശ്വാസം മാത്രമല്ല, പ്രയാസങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മുടെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള വിശ്വാസം. തിരുവചനത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ തലയിലെ മുടി പോലും കൊഴിയുന്നത് എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എത്രയധികം ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് അറിയുന്നു, നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുന്നു. ആ ദൈവത്തിൽ സമ്പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിക്കാണ് കാലേബും യോശുവയും കനാനിലെത്തിയതുപോലെ നമ്മുടെ ആത്മീയ യാത്ര പൂർത്തീകരിച്ച് നാമും സ്വർഗ്ഗ കനാനിലെത്തുവാൻ കോണം കഴിയുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നാം സംശയിച്ചു പോകാറുണ്ടോ? ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് നാം വീണു പോകാറുണ്ടോ? മതി, ഇത്രയും ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചു, പക്ഷേ എനിക്ക് അതിന് പ്രതിഫലം കഷ്ടതയും ഞെരുക്കവുമാണെന്ന് കരുതി പരാതിപ്പെടുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ മക്കളും അപ്രകാരം പരാതിപ്പെട്ടതായിട്ട് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. പക്ഷേ നാം മനസ്സിലാക്കുക, ഇവരുടെ യാത്രയിൽ ഇവരെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം 10 കൽപ്പനകൾ മോശ വഴി അവർക്ക് നൽകുന്നതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്. 10 കൽപ്പന എന്ന് പറയുമ്പോൾ അവരുടെ വഴികൾ ദൈവത്തിൻ്റെ വഴികളായി തീരുവാൻ തക്കവണ്ണമാണ് കൽപ്പനകൾ അവർക്ക് നൽകുന്നത്. ആ കൽപ്പനകളാണ് അവർ കനാനിൽ എത്തിക്കഴിയുമ്പോഴും അതനുസരിച്ച് അവർ ജീവിക്കേണ്ടത്. ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. കാരണം കനാനിലെത്തുമ്പോൾ അവിടെ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന പല സമൂഹങ്ങൾ, പല ജാതികൾ അവിടെയുണ്ട്. അവരുടെ ദൈവത്തിലേക്ക് ഇവർ തിരിയാതെ സത്യദൈവം ആരെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം അവർക്കത് നൽകുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ വചനത്തിന് വലിയ സ്ഥാനമാണുള്ളത്. ഈ യാത്ര നാം വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നത് ദൈവവചനത്തിലുള്ള ആശ്രയം, ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിനാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും അവനെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം അവന് കഴിയുന്നത്. 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമാകുന്നു. അത് നമ്മെ നേർവഴിയിലൂടെ നയിക്കുവാൻ
ദൈവം നമുക്ക് നൽകിയതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനമാകുന്ന ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ദൈവഭക്തനാണ് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വന്നാലും അവിടെ തളർന്നു പോകാതെ, പിറുപിറുക്കാതെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുക എന്നുള്ള വിശ്വാസത്തോടുകൂടി യാത്ര പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അപ്രകാരം യാത്ര പൂർത്തീകരിച്ച് കനാനിൽ പ്രവേശിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾ, ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. നമ്മുടെ ഈ ലോക ജീവിതം, ഒരു പുരുഷായുസ് എന്ന് പറയുമ്പോൾ 70, 80 അല്ലെ 90 വർഷങ്ങളാകാം. പക്ഷേ അതിന് ശേഷം നാം ഈ ലോകത്ത് നിന്ന് കടന്നുപോയി യാത്ര പൂർത്തീകരിച്ച് നാം സ്വർഗത്തിൽ എത്തേണ്ടവരാണ്. ആ യാത്ര പൂർത്തീകരിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നമുക്ക് നടക്കാം. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അത് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവകൃപയിൽ മുമ്പോട്ട് പോകാനും അത്രേ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതെന്ന് മനസ്സിലാക്കി യാത്ര അനുഗ്രഹമായി പൂർത്തീകരിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.